എന്ന് ചോദിക്കാറ്. അപ്പം ഇതിന് കുറച്ച് ടെസ്റ്റുകളുണ്ട്, നാച്ചുറൽ നീലയമരി ആണോ എന്ന്. അപ്പം ഒരു 4-5 വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തന്നെ. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള നീലയമരി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതല്ല ഇതിൽ കലർപ്പോ അതല്ലെങ്കിൽ സിന്തറ്റിക് ഡൈ ആണ് നീലയമരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് സ്കിന്നിന് ദോഷം ചെയ്യും. സ്കിന്നിനും അതുപോലെ തന്നെ മുടിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു കളർ ടെസ്റ്റാണ്. കളർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഇൻഡിഗോ പൗഡർ, അതായത് നീലയമരിക്ക് ഒരു ഡൾ ഗ്രീൻ കളറായിരിക്കും. പച്ച, നല്ല പച്ച കളറല്ല, ഒരു നരച്ച പച്ച പോലത്തെ കളറായിരിക്കും. ഇനി അതല്ല ഒരു ബ്ലൂ കളറോ അതല്ലെങ്കിൽ ഒരു വെണ്ണീറിൻ്റെ കളർ, ഒരു ഗ്രേഷ് ഗ്രീനോ ആണെങ്കിൽ അതിൽ മിക്സിങ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് സ്മെൽ ടെസ്റ്റാണ്. ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഒരു ഇലയുടെ അതല്ലെങ്കിൽ ഒരു എർത്തി സ്മെല്ലിൻ്റെ പോലെ തോന്നുകയാണെങ്കിൽ അത് നാച്ചുറലാണ്. ഒരു കെമിക്കൽ സ്മെല്ല് അതല്ലെങ്കിൽ അതൊരു പ്ലസൻറ്റ് നല്ല ഒരു ഫ്രാഗ്രൻസ്, അതായത് എന്തെങ്കിലും ഷാമ്പൂവിൻ്റെയൊക്കെ മണം തരികയാണെങ്കിൽ അതിൽ ആഡഡ് കെമിക്കലുണ്ട്. മൂന്നാമത്തെ ടെസ്റ്റ് ഫ്ലോട്ടിംഗ് ടെസ്റ്റാണ്, വാട്ടർ ടെസ്റ്റ് എന്ന് പറയും. ഈ പൊടി എടുത്ത് ഒരു ഗ്ലാസ് നല്ല കുപ്പി ഗ്ലാസ്സിലെടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഈ പൊടി വളരെ സ്ലോലിയാണ് ആദ്യം അതൊന്ന് ഫ്ലോട്ട് ചെയ്യും. കുറച്ച് നേരം അത് വാട്ടർ സർഫസിൽ ഫ്ലോട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യുക. വെള്ളത്തിന് കളർ ചേഞ്ച് ഒന്നും വരില്ല. ഇനി ഇത് കെമിക്കൽ ഡൈ ആണെങ്കിൽ ഇട്ട ഉടനെ തന്നെ അതിൽ വാട്ടറിൽ അത് ഡിസോൾവ് ആകും. വാട്ടറിന് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും. അടുത്തത് ഒരു പേസ്റ്റ് ടെസ്റ്റാണ്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ഡാർക്ക് ഗ്രീൻ ആവും. ഡൾ ഗ്രീൻ എന്ന് മാറിയിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആവും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ പോലെ ആവും. അതല്ലെങ്കിൽ ഇതിപ്പോൾ കെമിക്കലാണെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച ഉടനെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ മാറിയിട്ട് അതിന് അപ്പം തന്നെ കളർ മാറ്റം സംഭവിക്കും. രണ്ടാമത്തെ വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നാരങ്ങാനീര് വെച്ച്, ഇപ്പോൾ വെള്ളം കൊണ്ട് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ നാരങ്ങാനീര് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ കളറ് ബ്രൗൺ ആവും. മറ്റേതിന് ഒരു കളറ് ബ്ലൂ ആയിട്ട് തന്നെ നിൽക്കും കെമിക്കൽ ഡൈ ആണെങ്കിൽ. പിന്നെ അടുത്തത് ഒരു ഫ്ലെയിം ടെസ്റ്റാണ്. ഇത് കത്തിച്ച് നോക്കുക. കത്തിച്ച് നോക്കുമ്പോൾ ഇല കരിയുന്ന പോലത്തെ മണമാണെങ്കിൽ അത് നാച്ചുറൽ ഡൈ ആണ്. ഇത് കത്തിക്കുമ്പോൾ ഒന്നുകിൽ മെൽറ്റ് ചെയ്യുക, ഉരുകി പോകുക, അതല്ലെങ്കിൽ ഒരു കെമിക്കലിൻ്റെ മണം വരികയാണെങ്കിൽ അത് സിന്തറ്റിക് ഡൈ മിക്സ് ചെയ്തിട്ടാണ് വരിക. അങ്ങനെ കുറച്ച് ഈ കാര്യങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കും. എന്നിട്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇത് സ്കിന്നിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ സ്കിന്നിൽ കളർ വരും.